ചിക്കനും മട്ടനൊന്നും അല്ല, നല്ല ഫ്രഷ് മീൻ കിട്ടിയായിരുന്നേ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഫ്രഷ് എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് എന്ന് പറഞ്ഞത്. എല്ലാം കഴുകി വൃത്തിയാക്കി പൊരിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ആ സമയമാകുമ്പോൾ നമുക്ക് ചോറിന് എന്തായാലും തോരൻ വേണം. അപ്പം ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക തോരനും വെച്ച് ഉരുളക്കിഴങ്ങ് വിഴുക്ക് വരട്ടാന്ന്. അല്ലെങ്കിൽ എന്നും ഉരുളക്കിഴങ്ങ് പൊരിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ പൊരിക്കുമ്പം ഒരുപാട് എണ്ണയാവും, പക്ഷെ വിഴുക്ക് വരട്ടുമ്പോഴേ അധികം എണ്ണയും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ വെണ്ടയ്ക്കയും കട്ട് ചെയ്ത് ഞാൻ വെച്ചു. ആ സമയം ആയപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തായിരുന്നേ. വളരെ എളുപ്പമാണ് രണ്ടും ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങ് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ചെറിയ പൊടിക്കൈകളുണ്ട്, അതുകൂടെ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വെണ്ടയ്ക്ക് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് തേങ്ങയും ഒരു മുട്ടയും കൂടെ ഇട്ട് പൊടിച്ച വറ്റൻ മുളകും കൂടെ ഇടുമ്പോൾ നല്ല എരിവായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും വെന്തിരിക്കും, നല്ല ടേസ്റ്റ് ഇരിക്കും വെണ്ടയ്ക്ക. നമ്മൾ ഈ മുട്ട ഇട്ടെന്ന് നമുക്ക് തോന്നത്തില്ല കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങിന് അല്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടെ ഇടുമ്പോഴത്തേക്കും പരിപാടി തീർന്നു. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അതൊക്കെ എല്ലാം പൊരിച്ചു ചേർത്തു. ഒത്തുള്ളി പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടി തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും തോരനും അച്ചാറും പൊരിച്ച മീനും എല്ലാം കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.